ശരിക്കും ഇങ്ങനെയുള്ള കുട്ടികളെ വീട്ടിൽ അടച്ചിട്ടിട്ട് ഒരു കാര്യം ഒരു ഇത് ഈ കുട്ടികളിൽ ഇങ്ങനെയുള്ള കുട്ടികളെ ചെറുപ്പം മുതൽ തന്നെ നമ്മ പുറത്ത് എല്ലാവരുടെയും കൊണ്ടുപോയി പരിചയപ്പെടുത്തി നമ്മളുടെ വഴിക്ക് ഉണ്ടാക്കിയെടുക്കണം. അവര് പുരോഗതിയും വരും. അല്ലാണ്ട് വലുതായിട്ട് പിന്നെ ശരിയാക്കി എടുക്കുക പറഞ്ഞാൽ ഇവര് നമ്മളുടെ നിയന്ത്രണത്തിൽ കിട്ടില്ല. ചെറുപ്പത്തിൽ തന്നെ ഇവരിനെ വളർത്തി നമ്മുടെ കൺട്രോളിലാക്കി കൊണ്ടുവരണം. ഇവരില് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവും, വാസിയും ദേഷ്യവും സൗണ്ട് ഇടുക, നമ്മൾ അതിൽ നിന്ന് മാറിക്കിടും. ഇവരില് നമുക്ക് ഏത് സമയത്ത് പൊട്ടിത്തെറി പ്രതീക്ഷിക്കാം. നമ്മളെ പിന്നെ സിജു ഇപ്പൊ മാളിൽ അവിടെ ഇവിടെയൊക്കെ പോയ നിറയെ ആളുകൾ ഷെയ്ക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ നിൽക്കും. എനിക്കൊന്നും ഫോട്ടോ എടുക്കാനൊന്നും ഇഷ്ടമല്ല. ഇവർക്ക് അത് അറിയില്ല, അഭിനയിച്ച് നിൽക്കാനൊന്നും അറിയില്ല, എന്നെ ഫോട്ടോ എടുക്കുന്നതൊന്നും അറിയില്ല. ഇവര് ചില സമയത്തൊക്കെ നന്നായി ചിലപ്പോ വെറുതെ നിൽക്കും, എന്നെ ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് അതിനൊന്നും നിൽക്കാൻ ഇവർക്ക് അറിയില്ല. പിന്നെ ചിലർ എല്ലാവർക്കും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കണം. ചിലപ്പോൾ ഇവർക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ ഇഷ്ടമുണ്ട്. അപ്പൊ പിന്നെ ഈ വിരലും കൊണ്ട് ഒരു പിച്ച കൊണ്ട് കൊടുക്കുന്നത്. പക്ഷെ എല്ലാവർക്കും പിന്നെ അറിയണത് കൊണ്ട് ഒരു നിവൃത്തിയൊന്നുമില്ല. എല്ലാവർക്കും പിന്നെ അറിയുന്നത് കൊണ്ട് ഒരു പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഞാൻ ഈ വിരലിൽ ഇങ്ങനെ പിടിക്കും, കയ്യില് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോ ഈ വിരലിൽ പിടിച്ചിട്ടാണ് കൊടുക്കുന്നത്. ഞാൻ ഇങ്ങനെ പിടിക്കും, ഇതും കൊണ്ട് ഒറ്റ അമുക്ക് കൊടുക്കും, അങ്ങനെയൊക്കെ ചെയ്യും. ഇപ്പോഴും അത് കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം അത് ഇവനിക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ഇവനൊരു ബുദ്ധിമുട്ടായിട്ട് കാണിക്കും, അങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ കാണിക്കും.